ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 20-ാമത്തെ അധ്യായം 39-40 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുക: നിയമജ്ഞരിൽ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല. അപ്പം നിയമജ്ഞർ ഈശോയോട് പറയുകയാണ്, നീ ശരിയായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് അവർ ധൈര്യപ്പെട്ടില്ല. എന്നതിന് പ്രമേയം, പുനരുദ്ധാനത്തെക്കുറിച്ച് ഒരു ചോദ്യം ഈ സദുക്കായര് ഈശോയുടെ അടുത്ത് കൊണ്ടുവരിക. ഈശോന് നല്ല ഉത്തരം കൊടുക്കുക. എവിടെ നിന്നാണ് ഈശോയ്ക്ക് ഉത്തരം വന്നത്? അത് നിറഞ്ഞ ജ്ഞാനത്തിൽ നിന്നാണ്. ദൈവം നൽകിയ ജ്ഞാനം, ഒപ്പം പഴയ നിയമത്തെക്കുറിച്ചുള്ള ദൈവവചനങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങൾ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ജീവിതത്തിൽ നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നല്ല അറിവ് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ നിനക്ക് ഈ ജ്ഞാനം ആവശ്യമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നല്ല ഉത്തരം കണ്ടെത്തുവാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ നിനക്ക് ഈ ജ്ഞാനം ആവശ്യമാണ്. ഇന്ന് നീ ആഴത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, ആഴത്തിൽ നിന്നെ തന്നെ ഒരുക്കേണ്ടത് ദൈവിക ജ്ഞാനത്തിൽ നിറയപ്പെടാൻ വേണ്ടിയാണ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന ജ്ഞാനം കൊണ്ട് ഈ വ്യക്തിയെ നിറയ്ക്കണമേ. ജ്ഞാനത്തിൽ നിറഞ്ഞ് നിനക്ക് പറ്റിയ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, നിന്നെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു